SDPIക്കാരോടാണ്. നിങ്ങൾ മീഡിയ വണ്ണിനെയും സീതാവുദിനെയും തെറിവിളിക്കുകയല്ല, നന്ദി പറയാണ് വേണ്ടത്. ഇനി പറയാനുള്ളത് കൂടെ കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെയും തെറിവിളിക്കാം. മഞ്ചേശ്വരത്ത് എക്കാലവും മത്സരം BJPയും UDFന്റെ ലീഗ് സ്ഥാനാർത്ഥിയുമായിട്ടാണ്. പലപ്പോഴും ചെറിയ ഒരു മാർജിനിലാണ് അവിടെ BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. അവിടെ BJP വിരുദ്ധ വോട്ടുകൾ വിഭജിക്കുന്നതും BJPക്ക് വോട്ട് ചെയ്യുന്നതും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അത്തരമൊരു സ്ഥലത്താണ് SDPIയുടെ സ്ഥാനാർത്ഥി മത്സരത്തിനായി വന്നത്. അതിന് നിങ്ങളുടെ പല നേതാക്കളും പറഞ്ഞ ന്യായം BJPയെ പേടിച്ച് മത്സരിക്കാതിരുന്നാൽ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ പ്രായോഗികമല്ലാത്ത ഒരു വാദമാണ്. നിങ്ങളുടെ മറ്റൊരു വാദം ശക്തി തെളിയിക്കാൻ എന്നായിരുന്നു. എന്നാൽ അവിടെ എപ്പോഴും മൂന്നാം സ്ഥാനത്ത് വരുന്ന CPM LDF സ്ഥാനാർത്ഥികൾ ഈ അടുത്ത കാലം വരെ BJP സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കാൻ വേണ്ടി CPM അവരുടെ വോട്ടുകൾ അവരുടെ ബദ്ധ രാഷ്ട്രീയ വൈരികളായ ലീഗുകാർക്ക് നൽകിയതാണ് ചരിത്രം. ഈ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. CPMഉം ലീഗുമായിട്ടുള്ള രാഷ്ട്രീയ ശത്രുത എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പോൾ പോലും BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി CPM അവരുടെ വോട്ടുകൾ ലീഗ് സ്ഥാനാർത്ഥിക്ക് മറിച്ച് നൽകുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വാദത്തെ, അതായത് BJPയെ പേടിച്ച് മത്സരിക്കാതിരുന്നാൽ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ സാധിക്കില്ല എന്ന വാദത്തെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞ മറ്റൊരു വാദം ശക്തി തെളിയിക്കാൻ എന്നായിരുന്നു. CPM പോലും അവിടെ അവരുടെ ശക്തി തെളിയിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരിക്കലും ശക്തി തെളിയിക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ ശക്തി തെളിയിക്കാൻ പോയത്. അതേസമയം തന്നെ മറ്റൊരു ബുദ്ധിമുട്ടുമില്ലാതെ ശക്തി തെളിയിക്കാൻ സാധിക്കുമായിരുന്ന പല സ്ഥലങ്ങളിലും നിങ്ങൾ അതിന് തയ്യാറായതുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ സാന്നിധ്യം ഒരു ഡീലിന്റെ ഭാഗമാണെന്ന് പൊതുവിൽ ഒരു സംസാരവും സംശയവും ഉണ്ടായത്. അങ്ങനെ സംശയിക്കുന്നവരെ ആർക്കും കുറ്റം പറയാനും കഴിയില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസവും സംശയവും ചോദ്യങ്ങളും ഒക്കെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മീഡിയ വണ്ണിൽ സീതാവുദ് ഈ വിഷയം വിശദമായി കൈകാര്യം ചെയ്യുന്നത്. അതോടനുബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന സംശയവും വിവാദവും കൂടുതൽ ശക്തമാവുകയും അത് നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വന്നു. അത് നിങ്ങളുടെ പരാജയമല്ല, നിങ്ങളുടെ വിജയം തന്നെയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ നോമിനേഷൻ കൊടുത്തത് എതിർ പാർട്ടികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പിന്നീട് മത്സരത്തിൽ നിന്ന് പിന്മാറാനാണ് എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ എന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല. സ്വാഭാവികമായും നിങ്ങൾ മത്സരിക്കാൻ തന്നെയാണ് അവിടെ നോമിനേഷൻ കൊടുത്തതും നിന്നത്. പിന്നെ അത് പിൻവലിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അത്ഭുതവും സംഭവിച്ചില്ല. ആകപ്പാടെ സംഭവിച്ചത് സീതാവുദിൻ്റെ മീഡിയ വണ്ണിൻ്റെ ഇടപെടലാണ്. ആ ഒരു ഇടപെടലാണ് നിങ്ങൾക്ക് അവിടെ മത്സരവുമായി മുമ്പോട്ട് പോകാൻ കഴിയാതെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്നതിൽ ആ ഒരു ഇടപെടൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ആ ഒരു നിരാശയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു നിങ്ങളുടെ അസ്വസ്ഥതയാണ് മീഡിയ വണ്ണിനെയും സീതാവുദിനെയും അധിക്ഷേപിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിയത്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ സീതാവുദിൻ്റെ ആ ഇടപെടൽ നിങ്ങളുടെ രാഷ്ട്രീയത്തെയും നിങ്ങളുടെ മുദ്രാവാക്യത്തെയും രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിലനിർത്തുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അത് BJPയുടെയും K. സുരേന്ദ്രൻ്റെയും വിജയത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ മുദ്രാവാക്യം പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പടുകുഴിയിലേക്ക് പോകുമായിരുന്നു. യഥാർത്ഥത്തിൽ സീതാവുദിൻ്റെ ഇടപെടലാണ്, മീഡിയ വണ്ണിൻ്റെ ഇടപെടലാണ് നിങ്ങളെ അവിടെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതമാക്കുകയും സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നത്. അത് യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു രാഷ്ട്രീയ പാപ്പരത്വത്തിൽ നിന്ന്, പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന് നിങ്ങൾ അദ്ദേഹത്തോട് നന്ദി പറയാണ് വേണ്ടത്. ശാന്തമായി ആലോചിച്ചാൽ അതാണ് ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും.